തങ്കമണി എന്ന് പറയുന്ന ആ ഒരു സിനിമ കഴിഞ്ഞ ദിവസമാണ് ഞാൻ കണ്ടത്. അപ്പൊ ആ സിനിമ കണ്ടതിൽ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പോലെ നമ്മുടെ റിവ്യൂ അണ്ണന്മാര് പറയുന്ന പോലുള്ള ആ ഒരു പാളിച്ചകളൊന്നും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ്ഡ് ആയില്ല. സിനിമ കണ്ട് സുഖമായിട്ട് ഉറങ്ങി എന്ന തരത്തിലുള്ള റിവ്യൂസ് കണ്ടിരുന്നു. അതുപോലെ തന്നെ ടണണേ എണ്ണ എണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു കോമാളിത്തരം ആയിട്ടാണ് മ്യൂസിക്കിനെ വൽക്കരിച്ചു കൊണ്ടിട്ടുള്ള ആ ഒരു റിവ്യൂ ഒക്കെ കണ്ടേച്ചും സുഖമായി കിടന്നുറങ്ങാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ തിയേറ്ററിലോട്ട് കയറിയത്. പക്ഷെ ആ സിനിമ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തീർച്ചയായിട്ടും അത് നല്ല രീതിക്ക് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ ഈ ഉറക്കമൊന്നും എനിക്ക് വന്നില്ല. അല്ലയോ അണ്ണൻ ഈ പറഞ്ഞ പോലത്തെ ഒരു സീരിയൽ വൽക്കരണമൊന്നും എനിക്ക് ഫീൽ ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു റിയൽ ഇൻസിഡന്റ് അതെന്ന് വെച്ചാൽ ഒരു സങ്കടകരമായ ആ ഒരു ഇൻസിഡന്റിനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഡ് മ്യൂസിക് അല്ലേ കൊടുക്കേണ്ടേ. അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അടിച്ചുപൊളി പല്ലാനത് ആ ലെവലിലുള്ള സാധനം കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റുമോ? പിന്നെ പറഞ്ഞതിൽ ഒരു കാര്യം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ്. ഒരു റിയൽ ഇൻസിഡന്റിനെ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ഒരിക്കലും ചെയ്തിട്ടില്ല. അതിനൊരു സിനിമയ്ക്ക് വേണ്ടുന്ന ചില പൊടിക്കൈകളൊക്കെ അവരതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ മാറ്റങ്ങളും ആ സിനിമയിൽ കാണാൻ സാധിക്കും. എന്നും വെച്ചിട്ട് പോലീസുകാർ ആ ജനങ്ങളോട് കാണിച്ച ആ ഒരു ക്രൂരതയും അത് എത്ര ബ്രൂട്ടലായിട്ടാണ് അവരത് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യത്തക്ക തരത്തിൽ തന്നെയാണ് ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരിക്കലും ഇതൊരു അട്ടർ ഫ്ലോപ്പ് മൂവി എന്നൊരു കാറ്റഗറി പെടുത്തേണ്ട സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അത് എന്റെ പേഴ്സണൽ എന്റെ ഒരു സിനിമയോടുള്ള എന്റെ ഒരു അപ്രോച്ച് അങ്ങനെ ആയത് കൊണ്ടിട്ടായിരിക്കാം. ആ ഒരു സ്റ്റോറി എലമെന്റും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസും എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു പക്ഷെ എന്നെ പോലെ ചിന്തിക്കുന്ന ഒരു 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ 10 പേർക്ക് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോ ഒരു നല്ലൊരു സിനിമ എന്നുള്ള രീതിയിൽ ദിലീപ് എന്ന നടനോടുള്ള ഒരു വ്യക്തിവൈരാഗ്യം വെച്ചിട്ട് ഈ സിനിമയെ നോക്കി കാണാതെ ഒരു സിനിമയായി കണ്ട് എൻജോയ് ചെയ്ത് കാണാൻ പോകുന്നു എന്ന രീതിയിൽ ടിക്കറ്റ് എടുത്ത് പോകുന്ന ഒരു പ്രേക്ഷകന് തീർച്ചയായിട്ടും ആ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ വരുന്ന റിവ്യൂസ് മിക്കതും ഞാൻ കണ്ടിരുന്നു. അതിൽ നിന്ന് ഒരു 90% ആൾക്കാരും ഈ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു വിരലിലെണ്ണാവുന്ന ആൾക്കാരാണ് ഈ ഒരു റിവ്യൂ ബോംബിങ്ങുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവരെ മാറ്റി നിർത്തി ചിന്തിച്ചു കഴിഞ്ഞാലും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരും. ഉറപ്പായിട്ടും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു 150 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. അത് ഒരു സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരെണ്ണം ആണെങ്കിൽ അല്ലേ അത്രയ്ക്ക് മോശം സിനിമയായിട്ട് അതിനെ ചിത്രീകരിക്കേണ്ടതുള്ളൂ. ആ ഒരു റിയൽ ഇൻസിഡന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തെ സിനിമയാക്കുമ്പോൾ എന്താണ് ആ സംഭവം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ മോശമായി നമുക്ക് പറയാം. പക്ഷേ ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മോശമാകുക? ഇതാണ് എന്റെ ചോദ്യം. ഒരു കൂതറ വിഗും വെച്ചിട്ട് ടണണ്ണേ മ്യൂസിക്കുമായിട്ട് ഒരു പന്നക്കാട്ട വിഗും വെച്ചേച്ചും റിവ്യൂ പറയുന്ന ഈ റിവ്യൂ അണ്ണൻ ഒരു കാര്യം ആലോചിക്കുക. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. കുറച്ചുപേരെ കുറെ കാലം പറ്റിക്കാൻ പറ്റുമായിരിക്കും.